വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂഡിൽസാണ്. ഞാൻ ഇൻഡോമിയുടെ 2 നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നൂഡിൽസൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മക്കൾക്ക്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നൂഡിൽസ് കഴിക്കാൻ. അപ്പം അവർക്കിത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന മസാല മാത്രം മതി. വേറെ മസാല ഒന്നും എക്സ്ട്രാ നമ്മളതൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അവർക്ക് പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ അവർക്കുള്ള നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് മാംഗോ ചിയ സീഡ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് തലേന്ന് രാത്രി 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്, ഒരു 1/4 ഗ്ലാസ് പാലിൽ ഒരല്പം ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മോർണിംഗിൽ ഒരു മാംഗോ ചെറുതായി കട്ട് ചെയ്ത് അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാംഗോ ചിയ സീഡ് പുഡിംഗ്. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറ് വെക്കുകയാണ്. നമ്മളിവിടെ മട്ട റൈസാണ് യൂസ് ചെയ്യുന്നത്. മട്ട റൈസ് വെച്ച് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഒരൊറ്റ വിസിലടിച്ച് മതി, നമുക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ചത്തേക്ക് മെയിനായിട്ടും 3 കറികളാണുള്ളത്. മോര് കറിയും കൂന്തൽ റോസ്റ്റും പിന്നെ ഒരു സോയാബീൻ ഫ്രൈയും. അപ്പോൾ നമ്മൾ ആദ്യം മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോര് കറിയാണിത്. ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്നുകൊണ്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. തീ അപ്പം തന്നെ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ മോര് കറിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സോയാബീൻ ഫ്രൈ ആണ്. ഇതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കണം. സോയാബീൻ ഇട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നമ്മളത് കുറച്ച് നേരം അടച്ച് വെക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായ പോലെ വരും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിൽ ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരല്പം പെരുംജീരകം, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരിത്തിരി തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാം. പിന്നെ ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ സോയാബീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് വെക്കുന്നത്. കുറച്ച് അധികം നേരം നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നേരം വെക്കാം. അപ്പം ഈ സോയാബീൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇത് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ സോയാബീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ മാത്രം മതിയായിരിക്കും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണിത് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും. ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ സോയാബീൻ ഫ്രൈക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ദാ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ്. ഇവിടെ കൂന്തൽ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മളത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് വെക്കാം.
ഇതിനാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും അല്പം പെരുംജീരകം പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഈ കൂന്തൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ആ വെള്ളം വറ്റി നന്നായിട്ട് മസാലയൊക്കെ കൂന്തലേക്ക് പിടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത്. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതിങ്ങനെ വരട്ടി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ മസാലയൊക്കെ കൂന്തലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത്. നല്ല അടിപൊളി മോരുകറിയും സോയാബീൻ ഫ്രൈയും പിന്നെ കൂന്തൽ ഫ്രൈയും. ഇനി നമ്മൾ 4 മണിക്കത്തെ ചായക്കടിക്കായിട്ട് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ അരി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതും പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പഴം കൂടെ ചേർത്തിട്ട്, നമ്മളിവിടെ ഫിലിപ്പിനോ പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിതിങ്ങനെ ചെറിയ തവികളായിട്ട് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടിട്ട് നോക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.